എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകൾക്ക് 50% സംവരണം ലോക്സഭയിലും നിയമസഭയിലും കൂടി നടപ്പാക്കണമെന്ന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വാദിക്കുന്ന നേതാക്കളുള്ള നാടായതുകൊണ്ടാകാം ആനി മസ്കറിന് ശേഷം കേരളത്തിൽ നിന്ന് ഇതേവരെ ലോക്സഭയിലെത്തിയത് കേവലം 8 പേർ മാത്രമാണ്. ഇവരിൽ 6 പേരും ഇടതു പാർട്ടികളുടെ പ്രതിനിധികളാണ് എന്നതും പ്രത്യേകതയാണ്. CPM-ൽ നിന്ന് 5 പേർ വിജയിച്ചപ്പോൾ CPI-ൽ നിന്ന് ഒരാളും കോൺഗ്രസിൽ നിന്ന് 2 പേരുമാണ് സഭയിലെത്തിയത്. ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലെത്തിയത് CPIM-ൽ നിന്നുള്ള സുശീല ഗോപാലനായിരുന്നു. അവർ 3 മണ്ഡലങ്ങളിൽ നിന്നായി 3 തവണ ലോക്സഭാംഗമായി. 1967 ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്ന് ജനവിധി നേടിയ സുശീല ഗോപാലൻ 1980 ആലപ്പുഴയിലും 91 ചിറയിൻ കീഴിലും വിജയം കണ്ടു. വനിതാ അംഗങ്ങളുടെ കൂട്ടത്തിൽ 2 തവണ വിജയം നേടിയ 2 പേരുണ്ട്. ഒരാൾ CPM ആണെങ്കിൽ മറ്റൊരാൾ കോൺഗ്രസുകാരിയാണ്. 2 പേരും 2 തവണയും ജയിച്ചത് ഒരേ മണ്ഡലത്തിൽ നിന്നാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1998-ലും 99-ലും വടകരയിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി ജയിച്ച AK പ്രേമജവും കോൺഗ്രസ് പ്രതിനിധിയായി 89-ലും 91-ലും മുകുന്ദപുരത്ത് നിന്ന് ജയിച്ച സാവിത്രി ലക്ഷ്മണനുമാണ് സുശീലയുടെ പിൻഗാമികൾ. സാവിത്രി ലക്ഷ്മണൻ മുകുന്ദപുരത്തിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ കൂടി സാവിത്രിയായിരുന്നു. അതേവരെ ചരിത്രത്തിൽ കോൺഗ്രസിൽ നിന്ന് ആരും ലോക്സഭയിൽ എത്തിയിരുന്നില്ല. ഇപ്പോൾ ലോക്സഭയിലെത്തിയ 2 കോൺഗ്രസുകാരുണ്ട്, സാവിത്രി ലക്ഷ്മണനും രമ്യ ഹരിദാസും. ഭാർഗവി തങ്കപ്പൻ മാത്രമാണ് ഇതേവരെ ലോക്സഭ കണ്ട ഏക CPI-കാരി. 1971-ൽ അടൂരിൽ നിന്നാണ് അവർ ലോക്സഭാംഗമായത്. 2004-ലെ തെരഞ്ഞെടുപ്പിൽ CPIM-ലെ P സതീദേവി വടകരയിൽ നിന്നും CS സുജാത മാവേലിക്കരയിൽ നിന്നും ജയിച്ചു കയറിയപ്പോൾ PK ശ്രീമതി 2014-ൽ കണ്ണൂരിന്റെ നായികയായി. 2019-ലാണ് ആലത്തൂരിലെ അട്ടിമറി ജയവുമായി സാവിത്രി ലക്ഷ്മണന് പിന്നാലെ ഒരു കോൺഗ്രസുകാരി ലോക്സഭ കണ്ടത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനിതകളെ ലോക്സഭയിലെത്തിച്ച മണ്ഡലം എന്ന പ്രത്യേകത വടകര മണ്ഡലത്തിന് സ്വന്തമാണ്. തിരഞ്ഞെടുപ്പിലെ എതിരാളികളുടെ കുതന്ത്രങ്ങളിൽ ചിലത് എക്കാലത്തും ചിരി ഉണർത്തുന്നതാണ്. അത്തരത്തിലൊന്നായിരുന്നു സാവിത്രി ലക്ഷ്മണന് നേരിടേണ്ടി വന്നത്. സാവിത്രി ലക്ഷ്മണൻ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ എതിരാളികളുടെ നമ്പറുകൾ ടീച്ചറെ മാത്രമല്ല വീട്ടുകാരെ പോലും ചിരിപ്പിക്കുന്നതായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതിയായിരുന്ന പോലീസ് മേധാവി ഉരുട്ട് ലക്ഷ്മണന്റെ ഭാര്യയാണ് സാവിത്രി ലക്ഷ്മണൻ എന്നുള്ള പ്രചാരണം കേട്ടപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്ന ടീച്ചറുടെ ഭർത്താവ് ലക്ഷ്മണൻ നായർ വരെ പൊട്ടിച്ചിരിച്ചുപോയി. ആദ്യ തവണ MP ആയിരുന്നപ്പോൾ ടീച്ചർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച കൊരട്ടിയിലെ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന സമയത്തിന് അവിടെ എത്തിയപ്പോൾ ടീച്ചർ കണ്ട ചുവരെഴുത്ത് അതിലേറെ ചിരിപ്പിക്കുന്നതായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: കർദിനാൾ കരുണാകരനും മദർ സാവിത്രിക്കും വോട്ടില്ല. മറ്റൊരു കഥയുമായി നാളെ വീണ്ടും.